ഈ ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ 2 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ടാൻഡ്രംസ് എന്ന് പറയും. ടാൻഡ്രംസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ടാൻഡ്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടി ഇൻറ്റൻഷനലി ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ആ ടോയ് വേണം, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് അപ്പോൾ പാരൻ്റ് എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോൾ നാട്ടുകാർ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് ഈ ടോയ് വാങ്ങിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും പല പാരൻസും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഒരു ബിഹേവിയറിനെ നമ്മൾ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ അല്ലെങ്കിൽ ഉറച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബിഹേവിയറിന് ഒരു റിവാർഡ് കിട്ടുമ്പോഴാണ് അത് ഉറച്ചു പോണത്. അപ്പോൾ ഇത് കുട്ടി കിടന്ന് കരയുന്നത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കൊച്ചിന് മനസ്സിലാവും എന്താ, ചോദിച്ചപ്പോൾ വാങ്ങിച്ചു തന്നില്ല, കരഞ്ഞപ്പോൾ വാങ്ങിച്ചു തന്നില്ല, നിലത്ത് കിടന്ന് ഉരുണ്ട് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സാധനം വാങ്ങിച്ചു തന്നു. അപ്പം നമ്മളെന്താ ചെയ്യണേ, കുട്ടികളെ ഇത് പഠിപ്പിക്കുക. നീ എന്ത് ചെയ്യണം, നിനക്കൊരു സാധനം കിട്ടണമെങ്കിൽ നീ ബഹളം ഉണ്ടാക്കണം അല്ലെങ്കിൽ അക്രമം കാണിക്കണം. അങ്ങനെയാണ് പല ആളുകൾ അക്രമകാരികളൊക്കെ ആയിട്ട് മാറുന്നതേ. ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഓട്ടിസം പോലെയുള്ള ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാം. പക്ഷെ അതിന് നമ്മൾ ടാൻഡ്രം എന്നല്ല പറയാം, മെൽറ്റ് ഡൗൺസ് എന്നാ പറയാം. കാരണം അവർക്ക് അതിൻ്റെ കാരണം അറിയില്ല. കുട്ടിക്ക് ഇവിടെ ഒരു ഗോളുണ്ട്. ബിഹേവിയറൽ പ്രോബ്ലം കാണിക്കുന്ന ടാൻഡ്രം കാണിക്കുന്ന ഒരു കൊച്ചിന് ഒരു ഗോളുണ്ട്, ആ സാധനം അച്ചീവ് ചെയ്താൽ അവൻ്റെ ടാൻഡ്രം മാറി. പക്ഷേ ഈ മെൽറ്റ് ഡൗൺ ഉള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനറിയില്ല. ആ കുട്ടി കരയുന്ന എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് പലപ്പോഴും പാരൻസാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല.